ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കാത്തിരുന്ന് പണ്ടാരടങ്ങി ഇതേ വന്നിരിക്കുകയാണ് കൽക്കിയുടെ റിലീസ് ട്രെയിലർ. 6 മണിക്ക് വരും പറഞ്ഞ് കാത്തിരുന്നതേ ഇപ്പോ കുറച്ചു മുമ്പ് വന്നിട്ടുള്ളൂ. ഇനിയും സമയമില്ല, കണ്ടു നോക്കാം എങ്ങനെയുണ്ട്. റെഡി നല്ല സൗണ്ട് പോരട്ടെ. సమయం వచ్చింది. കണ്ണ് മാത്രം భగవంతుడి రూపణ సమస్త సృష్టి ఉంటుందంటారు. అలాంటిది మీ కడుపులో ఆ భగవంతుడే ఉన్నాడు. നെറ്റി കത്തുന്നു. భయంకరమైన రేపటి కోసం ఈరోజు చంపితే రేపేలా ఉంటుంది? నేను కాపాడుతా. ఒక పెద్ద బౌంటీ. కాంప్లెక్స్కి వెళ్ళిపోతా. ఇయాള് సరే ఇంకా చాలు. മോനെ ఎన్ని యుగాలైనా ఎన్ని అవకాశాలు ఇచ్చినా మనిషి మారలేడు. చీకటే എന്റെ മോനെ చాలదా ശോഭന పాటరా మాధవా వాట్ ఇస్ దాట్? రాముదా మరచివేమో మాటని ఇది కాదా Star Wars. కల్కి ఇంతవరకు ఒక్క ఫైట్ కూడా ఓడిపోలేదు. ఇది కూడా ఓడిపోను. ప్రిపేర్ అయ్యి వచ్చాను. Enter a new world. എന്റെ മോനെ 27th ജൂൺ, ജസ്റ്റ് ഒരൊറ്റ വീക്ക് അത്ര കാത്തിരുന്നാൽ മതി. ദിസ് ഈസ് മാജിക് എന്നാണ് പറയാനുള്ളത്. ഹോളിവുഡിലുള്ള പല വലിയ വലിയ സിനിമകളുടെ ഇൻസ്പിറേഷൻ ഉണ്ട്. സ്റ്റാർ വാർസ് ഉണ്ട്, അതെ, ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, തുടങ്ങി ഹോളിവുഡിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊന്നും വിഷയമല്ല. ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ നമ്മളിത് കാണണം. എന്താണ് ചെയ്തു വെച്ചേക്കുന്നത്, അതാണ് പറഞ്ഞത് മാജിക് എന്ന്. ഇപ്പോൾ ആക്ടർ പ്രഭാസിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കാവുന്ന ഒരു സിനിമ ഒരു പക്ഷേ ബാഹുബലിക്ക് ശേഷം സംഭവിച്ചിട്ടില്ല. അങ്ങനെ പല സിനിമകളും വന്നെങ്കിലും ട്രെയിലർ കാണുമ്പോഴേക്ക് അത് മൂഞ്ചി പോവാറാണ് പതിവ്. എല്ലാം ഡിഷ്യും അല്ലെ. ഏതാണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് വന്ന എല്ലാ സിനിമയിലും സലാർ അടക്കം അത് മിക്സഡ് റിവ്യൂ ആണ് വന്നിട്ടുള്ളത്. വലിയ സംഭവം എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷെ ദിസ് ഇസ് എപ്പിക്, അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വമ്പൻ, ഒരു ബടാ വമ്പൻ, ഒരു ആക്ഷൻ അഡ്വഞ്ചർ സൈഫൈ ത്രില്ലർ മേ ബി സർവൈവൽ ടൈപ്പ് എല്ലാ സാധനം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ സാധനമായിരിക്കും ഇപ്പോൾ വരാൻ പോകുന്നത്. പാൻ വേൾഡ് സാധനമാണ് ഇന്ത്യൻ സിനിമയിൽ നിന്ന് വരാൻ പോകുന്നത്. പ്രഭാസ് മാത്രമല്ല, ഇതിൽ ശോഭന ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ശോഭന അടിപൊളി ഇതായിട്ടുണ്ട്. ദീപിക പതുക്കോൺ, പിന്നെ അമിതാഭിന്റെ ഒരു കിടിലൻ പെർഫോമൻസ് കാണാം. അത് ഉറപ്പാണ്. പ്രഭാസിന് മുകളിൽ ഒരു സാധനം നമ്മൾ അമിതാഭിന്റെ കാണേണ്ടി വരും. നെറ്റൊക്കെ കത്തുകയാണ്. അത് അശ്വന്താത്മ ഓഫ്കോഴ്സ് ആ ഒരു സംഭവം ഉണ്ടാവും, നമ്മൾ ഉണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്നതാണ്. ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് സ്യൂട്ട് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലുക്കിൽ, നോട്ടത്തിൽ, ആ ഡ്രസ്സിങ്ങിൽ, ഈവൻ ഡയലോഗ് ഡെലിവറി പോലും എന്ത് ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദമാണല്ലേ അദ്ദേഹത്തിന്റെ സൗണ്ട്. നമുക്കറിയാം ടിനി ടോം വളരെ മനോഹരമായി എടുക്കുന്ന ഒരേ ഒരു ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെത്. അതെന്താണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് അല്ലേ? ശരി, ചില കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് അറിയാണ്ട് വന്നു പോകും. അപ്പൊ എന്തായാലും പറഞ്ഞു വന്നത്, എല്ലാം കൊണ്ടും ഒരു ഗംഭീരമായിട്ടുള്ള സാധനം. ഇതിൽ വീണ്ടും ഞെട്ടിച്ചത് പക്ഷേ കമൽ ഹാസൻ, ഉലക നായകൻ. ആ എയറിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ മറ്റേ മിന്നൽ പിണറിയിട്ട പോലെ ഇങ്ങനെ തലേമേ, ആ ലുക്ക് ഭയങ്കരമായിട്ട് തടി കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ഇതിന്റെ ഫസ്റ്റ് ട്രെയിലർ വന്ന സമയത്ത് പുള്ളീനെ വന്നിട്ട് ഒരു ക്ലോസപ്പ് സാധനം അത് കാണുമ്പോൾ കുറച്ച് തടിയുള്ള പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഇത് കാണുമ്പോൾ ഭയങ്കര തടി കുറഞ്ഞിട്ട്
ആ റോളും ആ ക്യാരക്ടർ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്, ഏതൊരു ഹോളിവുഡ് സിനിമ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സ്റ്റാർ വാർ തന്നെയാണോ എനിക്കറിയില്ല. ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ ഇൻസ്പിറേഷൻ ആണ് ഓഫ് കോഴ്സ്, ഉറപ്പായിരിക്കും. അത് ഇനിയിപ്പോൾ അറിയുന്ന ആളുകൾ പറയുമായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. എന്തായാലും കിഡിലൻ സാധനം, കട്ട വെയിറ്റിംഗ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു പക്ഷെ ഇത്രയും എന്താ പറയുക മാരകമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ വരാൻ പോകുന്നത് 27th. സോ കണ്ടു നോക്കാം. കിടിലൻ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടാത്തവരുണ്ടാവാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല, അതുണ്ടെങ്കിൽ അത് പറയാം. പിന്നെ ഈ ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റാർ വാർ, അല്ലെ ട്രാൻസ്ഫോമേഴ്സ്, അതല്ലാതെ വേറെ ഏതൊക്കെയോ സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കമൽഹാസന്റെ ആ ഒരു ക്യാരക്ടർ അത് ഇൻസ്പിറേഷൻ ആണ്, കറക്റ്റ് 100% നമുക്കറിയാം. അത് ഏത് ക്യാരക്ടറാണെന്ന് എനിക്ക് കിട്ടുന്നില്ല, ഓർമ്മ കിട്ടാഞ്ഞിട്ടാണ്. അത് അറിയുന്നവരുണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ലൈക്ക് ചെയ്യണം.